ഡോക്ടർ ബി ജയരാജ്, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീതിപൂർവം ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ പാർട്ടിക്കാർ പ്രതികളായി വരുന്ന കേസുകളെ അട്ടിമറിക്കാൻ പോലീസ് എന്ന സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്നുകൂടിയുള്ള ആരോപണം നേരിടുകയാണ് ഈ സർക്കാർ. മാത്രമല്ല, ഇത്തരമൊരു വിഷയം കെ രമ ഉന്നയിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സഭാമന്ദിരത്തിൽ ഉണ്ടായിട്ടും സഭയിൽ വന്ന് മറുപടി പറയാതെ അത് വീണ ജോർജിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പ്രതികളായി വരുമ്പോൾ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് ഒത്താശ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ പലതരത്തിലുള്ള അംഗീകാരം അല്ലെങ്കിൽ പാരിതോഷികം നൽകുക, ഇത് എന്ത് നീതിയും ന്യായവുമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ അതിൽ ഒരു ഉദാഹരണം, ഏറ്റവും ഒടുവിലെ സംഭവമാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് യുവതിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 48 മണിക്കൂറിന് ശേഷമാണ് പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായത്. ഇതടക്കമുള്ള സംഭവങ്ങളിൽ ഇന്ന് നിയമസഭയിൽ നടന്ന വിഷയത്തിൽ നമുക്ക് തുടങ്ങാം. വാളയാറും പിന്നെ നേരത്തെ പറഞ്ഞ വണ്ടിപ്പെരിയാറും കേസുകൾ, അതിന്റെ മെറിറ്റ്, അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാളയാറും വണ്ടിപ്പെരിയാറും നടന്ന കേസുകളുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അങ്ങേയറ്റത്തെ പീഡനമാണ് ഉണ്ടായിട്ടുള്ളത്. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങി മരിച്ച നിലയിൽ അടിച്ചു വന്ന് കത്തിത്തൂക്കിയതാവാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ കേസ്, വണ്ടിപ്പെരിയാറിലെ കേസ് ഏകദേശം സമാന സ്വഭാവമുള്ളതാണ്. അത് തികച്ചും കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടി യോജിക്കുന്നൊരു നടപടിയല്ല അങ്ങനെയുള്ള ഒരു സംവിധാനവും അതിന് തുടർന്നുള്ള കേസന്വേഷണം കുറച്ചുകൂടെ ഊർജിതമാക്കേണ്ടിയിരിക്കുന്നു. പ്രതികളെല്ലാം മുമ്പേ തന്നെ പിടിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ പ്രോസിക്യൂട്ടർമാരെ ആവശ്യമുണ്ടെങ്കിൽ പ്രോസിക്യൂട്ടർമാരെയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഞാൻ CR നീലകണ്ഠൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ നടന്നത് എന്താണ്? ഈ പൂച്ചാക്കൽ നടന്ന സംഭവത്തിൽ 2 പ്രതികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തു. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പൊ പാർട്ടിക്കാരനാണോ ഡിവൈഎഫ്ഐക്കാരനാണോ കൊടിയുടെ നിറം കണ്ടിട്ടാണോ 48 മണിക്കൂറിനകത്ത് വെച്ച് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നിയമസഭയിൽ ഈ ചോദ്യം വരുന്നത്. ശരി, ജയരാജ് പറയൂ. നമ്മളിപ്പം ഉടനെ തന്നെ, അതായത് വിത്തിൻ സെക്കൻഡ്സ് പിടിക്കണമെന്നൊക്കെ പറയുന്നത്, ധന്യരാമൻ, നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് പ്രതികളെ പിടിക്കണമെന്നൊക്കെ പറയുന്നത് അപ്രാപ്രിയമാണ്. ആ സമയത്ത് പോലീസിന്റെ സാന്നിധ്യം എവിടെയില്ല. അതിനുശേഷം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കുറച്ച് നാളൊക്കെ അവർക്ക് ഒളിവിലൊക്കെ പാർക്കാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും കുട്ടികളെ തല്ലിയ പ്രതികൾ അവിടെ നിൽക്കേ പോലീസ് എത്തി, എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തു. ആ സ്പോട്ടില് പോലീസ് വന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു. നാട്ടുകാർ പറഞ്ഞു എന്തായാലും 48 മണിക്കൂറിനകത്ത് വെച്ച് പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കെ രമ ഇന്ന് സബ്മിഷൻ ഉന്നയിക്കുന്നത്. ആ സബ്മിഷൻ ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ ജോർജ് അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖം നോക്കാതെ നടപടിയെടുക്കും, അതിനകത്ത് യാതൊരു സംശയം വേണ്ട. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അതിനകത്ത് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഏതെങ്കിലും ഒരു ഡിവൈഎഫ്ഐക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ എന്നൊക്കെ നോക്കിയിട്ടാണോ കേരള പോലീസ് പ്രവർത്തിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ അങ്ങ് നമ്മൾ അടച്ചൊഴുക്കി നിൽക്കട്ടെ. അതിപ്പോൾ പീഡനം നടന്നത് ആർക്കെതിരെയാണെങ്കിലും, എസ്പെഷ്യലി പ്രത്യേകിച്ച് ദളിത് പെൺകുട്ടികളുടെ നേരെ ഉണ്ടാവുകയാണെങ്കിൽ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വിമൺ എന്നുള്ള രീതിയിൽ തന്നെ കേസെടുക്കണം. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അങ്ങനെ തന്നെയാണ് ഈ വളരെ വിഖ്യാതമായ പല കേസുകളിലും ആളുകളുടെ എത്ര വലിയ സ്വാധീനമുള്ള ആളായിരുന്നാലും ശരി, നമുക്ക് അതിജീവിതയുടെ കഥയൊക്കെ അറിയാവുന്നതാണ്. വേറെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയനെ. അതിനുശേഷം പിന്നീട് നമ്മൾ നടന്നിട്ടുള്ള ഇടപെടലുകൾ, ആദ്യമേ കേസ് ചാർജ് ചെയ്യുന്നതിനകത്ത് കാണിച്ച ആർജവം, ആ തൻ്റെ ഇടം, അതൊക്കെ കേരള മനസ്സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെയൊക്കെ നെഗേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം ഈ പ്രതികളായിട്ടുള്ളവർ ഏതെങ്കിലും തിരഞ്ഞു പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും DYFI ബന്ധമുണ്ടോ, SFI ബന്ധമുണ്ടോ, പാർട്ടി ബന്ധമുണ്ടോ, ആ കാരണം കൊണ്ടാണ് ഇവരെ ഒഴിവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കുന്നത് അതൊരു ശരിയായ നടപടി അല്ല. അതൊരു ശരിയായ ന്യായീകരണവും അല്ല. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ജയരാജ്
കെ രമ കാമ്പുള്ള ഒരു പ്രശ്നമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. 48 മണിക്കൂറിനകം പ്രതികളെ പിടിച്ചു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കെ രമയ്ക്ക് മറുപടി ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായിട്ട് വനിതാ സുരക്ഷ, സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ടല്ലോ, വനിതാ ശിശുക്ഷേമ വകുപ്പ്, അതിന്റെ മന്ത്രി തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അല്ല, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്നത് നടപടി എടുക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ട വിഷയമാണല്ലോ. എല്ലാ സാമൂഹ്യ സുരക്ഷയാണല്ലോ, സാമൂഹ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയാണല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേക ഒരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? സാമൂഹ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയാണ്. അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറയണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്നൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണ്? കൃത്യമായ മറുപടി അവർക്ക് ലഭിച്ചല്ലോ. അതിനുശേഷമാണ് പിന്നീട് ഇറങ്ങിപ്പോവുകയും ഒരു വിഷയം അതിന് മറുപടി പറയില്ല എന്ന് വാശി പിടിക്കുന്നത് മുഖ്യമന്ത്രിയാണോ അതോ തിരിച്ചാണോ? കെ രമയ്ക്ക് മറുപടി പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? കെ രമയ്ക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അത് കാമ്പുള്ളതാണ്. അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ടതാണെങ്കിൽ ഉത്തരം പറയുക തന്നെ ചെയ്യും. കെ രമയ്ക്ക് എന്തിന് മറുപടി പറയാതിരിക്കണം? അങ്ങനെ എന്തോ ഒളിച്ചു കളിക്കാൻ പറ്റും നിയമസഭയ്ക്കകത്ത്? അഥവാ ഒളിച്ചു കളിച്ചാൽ തന്നെ എത്ര കാലം അങ്ങനെ ഒളിച്ചു കളിക്കാൻ പറ്റും? 1 തവണ, 2 തവണ, 3 തവണ. കെ രമ ചോദിക്കുമ്പോഴെല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണെങ്കിൽ, മറുപടി അർഹിക്കുന്നതാണെങ്കിൽ അർഹിക്കുന്ന മറുപടി കൊടുക്കാറുണ്ട്. അതല്ല പ്രത്യേക താല്പര്യപ്രകാരം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതും ചിലപ്പോൾ മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്.